ഹലോ ഗൈസ്, ഞാൻ സൈറ്റിലോട്ട് വന്ന സമയത്ത് ഇവിടെ ഒരു ആഗ്രോ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വളങ്ങൾ വാങ്ങാമെന്ന് കരുതി. യൂറിയ ചോദിച്ചിട്ടാണ് പോയത്, പക്ഷേ യൂറിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് എല്ലുപൊടിയും പിന്നെ ഒരു വളത്തിൻ്റെയും അതുപോലെ കുറച്ച് വേപ്പെണ്ണ പിണ്ണാക്കും വാങ്ങിയിട്ടുണ്ട്. ഇത് വരുന്നത് കിണാശ്ശേരിയിൽ നിന്ന് കൊടുവായൂർ റൂട്ടിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്ന ഒരു കടയാണ്. വളങ്ങൾ വാങ്ങിക്കാൻ ഉടനെ ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് മണ്ണ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാനിവിടെ ഒരു നല്ലൊരു ലൂസ് മണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. പിന്നെ ഇതിലോട്ട് കുറച്ച് ചകിരിച്ചോറ്, പിന്നെ ഈ വളം നമ്മൾ അന്ന് ഉണക്കാട്ട ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ ആ വളം എടുത്തിട്ടുണ്ട്. അതുപോലെ കടയിൽ നിന്ന് വാങ്ങിയ കുറച്ച് വേപ്പെണ്ണ പിണ്ണാക്ക്, പിന്നെ അതേപോലെ എല്ലുപൊടി, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് പോലത്തെ പൊടി കൊടുത്തു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ആ ചകിരിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചകിരി മൊത്തം വലിച്ചെടുത്ത് അതിൽ ചകിരിച്ചോറൊക്കെ മാറ്റാൻ തുടങ്ങി. ഫുൾ പൊടിയായിരുന്നു ആ സമയത്ത്. ചകിരിയും ചകിരിച്ചോറും നമ്മൾ മണ്ണിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നനവിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണക്കാൻ വെച്ചിരുന്ന വളം എടുത്തിട്ടുണ്ട്. വളം അങ്ങോട്ട് ഉണങ്ങി നല്ലോണം റഫായിട്ട്, അപ്പോൾ നമുക്കൊന്ന് നല്ലോണം രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. കുറച്ച് അധികം ഹാർഡാണ്. ഇടിച്ച് പരത്താൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൾ കൊണ്ട് തന്നെ അത് പൊട്ടിച്ചെടുത്തു. അത് നല്ല പൊടിയാക്കിയിട്ട് അത് നമ്മൾ ആഡ് ആക്കി കൊടുത്തു. പിന്നെ അതിനോടൊപ്പം തന്നെ വേപ്പിണ്ണ പിണ്ണാക്കും പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലുപൊടി ഒരു 2 kg വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടു. പിന്നെ ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിക്ക് ഇടാൻ പറ്റിയ വേറൊരു വളം കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു 1 kg വാങ്ങിയത്. അപ്പോൾ അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇട്ടതിന് ശേഷം എന്താ ചെയ്യാനുള്ളത്, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നല്ലോണം മിക്സ് ചെയ്തൊരു വൻ ഇളക്കലായിരുന്നു എൻ്റേത്. സാധാരണ 3-4 ചാക്ക് നിറക്കാനുള്ള മണ്ണേ ഞാൻ മിക്സ് ചെയ്യാറുള്ളൂ. ഇന്നേക്ക് 10 ചാക്കായപ്പോഴേക്കും ഉപ്പാടെ വന്നു. നമ്മൾ ഗ്രോ ബാഗൊക്കെ തയ്യാറാക്കി എടുത്തു. ആ 10 ബാഗ് നിറച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മണ്ണ് നിറച്ച ശേഷം നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് സ്ഥലം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയൊരു സ്ഥലത്താണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് പിന്നെ ഒരു ടാങ്ക് ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ക്ഷാമമില്ല, വലിയ കഷ്ടപ്പാടുമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാം ഞാൻ ഇങ്ങനെ വെച്ചുണ്ടാക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് മാറ്റി നടാനുള്ളത് ക്യാരറ്റാണ്. ഇവനെ പറിച്ച് നടാൻ പോണത് ഈ ഏരിയയിലാണ്. ഇവിടെ ആകുമ്പോൾ പ്ലാവിൻ്റെ ചെറിയ തണലും വെയിലും തട്ടുന്നതുകൊണ്ട് അത്യാവശ്യം ക്യാരറ്റിന് പറ്റിയ ക്ലൈമറ്റ് ആയിരിക്കും. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെടി പറിച്ചെടുക്കുക എളുപ്പത്തിലാവും. സ്ഥലം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഗ്രോ ബാഗ് വിധം താഴ്ന്ന മുകളിൽ കൊണ്ട് വയ്ക്കുക. ഞാൻ ആദ്യം ഒന്നും വെച്ചിട്ട് കൊണ്ടുപോയത്, പിന്നെ 2 വെച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. ക്ഷീണം ഒരുപാടായി. കാര്യമില്ല, എല്ലാം കൊണ്ട് വെച്ച് സെറ്റാക്കി ഇന്ന് ചെയ്യണം എന്നുള്ളൊരു വാശിയുള്ളത് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിന് വേണ്ടി പുറപ്പെട്ടത്. ഇപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ടാലും പിന്നീട് ഇതൊക്കെ വളർന്നു വരുമ്പോൾ നല്ല സന്തോഷം കിട്ടും. ഇന്നത്തെ കഷ്ടം നാളത്തെ സന്തോഷം. വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചതുകൊണ്ട് ചെടി വേരോടെ പറിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. വേര് നഷ്ടപ്പെട്ട ചിലപ്പോൾ ക്യാരറ്റിൻ്റെ ഷേപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. ഓരോന്നായി പറിച്ച് മാറ്റി നട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. 1-2 ദിവസത്തേക്ക് അധികം വെയിൽ തട്ടാത്ത ഒരു ഏരിയയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഉഷാറായി വന്ന ശേഷം വരും ദിവസങ്ങളിൽ വരുന്ന വിശേഷങ്ങൾ കാണാം. ബൈ.